പാലക്കാട് എടപ്പാൾ കണ്ടനകത്ത് പ്രവർത്തിക്കുന്ന KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂൾ തിങ്കളാഴ്ച പ്രവർത്തനം ആരംഭിച്ചു. ആദ്യഘട്ടത്തിൽ നൽകുക ഹെവി വാഹനങ്ങൾക്കുള്ള പരിശീലനം. കുറഞ്ഞ നിരക്കിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുള്ള സ്കൂളിന്റെ ഉദ്ഘാടനം KT ജലീൽ MLA നിർവഹിക്കും. തൃശൂർ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രി സന്ദർശിച്ച് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ പുതിയ കെട്ടിടത്തിന്റെ സ്ഥിതിഗതികൾ വിലയിരുത്തി. കെട്ടിടം ഉടൻ പ്രവർത്തനം തുടങ്ങാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് കളക്ടർ. തിരുവനന്തപുരം വെള്ളനാടിൽ നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി. 12 അടി നീളം വരുന്ന പെരുമ്പാമ്പിനെയാണ് RRT അംഗം റോഷ്നി പിടികൂടിയത്. തിരുവനന്തപുരം കള്ളിക്കാട്ടിൽ അയ്യപ്പ സംഘത്തെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിൽ 5 പേരെ റിമാൻഡ് ചെയ്തു. പിടിയിലായ പലരും നിരവധി കേസുകളിലെ പ്രതികളെന്ന് പോലീസ്. ആക്രമണം നെയ്യാർ ഡാം കാണാനെത്തി മടങ്ങിയ അയ്യപ്പ ഭക്തന്മാർക്ക് നേരെ. പാലക്കാട് പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ യുവാവ് മുങ്ങി മരിച്ചു. കാരമ്പത്തൂർ സ്വദേശി ആനന്ദ് ജയറാമാണ് മരിച്ചത്. സംഭവം പട്ടാമ്പി പടിഞ്ഞാറമ്മടം ഗുരുവായൂരപ്പൻ ക്ഷേത്രക്കടവിൽ. പാലക്കാട് തൃത്താലയിൽ നിയന്ത്രണം വിട്ട കാർ കടയിലേക്ക് ഇടിച്ചു കയറി. ഞാങ്ങാട്ടിരി ജുമാ മസ്ജിദിന്റെ സമീപമുള്ള കടയിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. കാറിലുണ്ടായിരുന്ന 2 കുട്ടികളടക്കം 4 പേർ, ആർക്കും പരിക്കില്ല. തൃശൂർ ചൂണ്ടലിൽ KSRTC ബസ് കാറുകളിൽ ഇടിച്ച അപകടം. യാത്രികർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തിൽപ്പെട്ടത് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന ബസ്. കൊല്ലം ശാസ്താംകോട്ടയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് യുവാക്കൾക്ക് പരിക്ക്. കടമ്പനാട് ഭാഗത്തു നിന്നും വരികയായിരുന്ന ബൈക്കും ഇതേ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും നേർക്കുനേർ കൂട്ടിയിടിക്കുകയായിരുന്നു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് ജുമാ മസ്ജിദിലെ കാണിക്കവഞ്ചി തകർത്ത് പണം കവർന്നു. 3000-ഓളം രൂപ നഷ്ടപ്പെട്ടതായി ജുമാഅത്ത് ഭാരവാഹികൾ. പോലീസ് അന്വേഷണം ആരംഭിച്ചു. തൃശൂരിൽ ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം നവംബർ 18 മുതൽ 21 വരെ നടക്കും. വടകരയിൽ നടക്കുന്ന കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. 83 വിദ്യാലയങ്ങളിൽ നിന്നുള്ള 5800-ലധികം പ്രതിഭകൾ മാറ്റുരയ്ക്കും. തൃശൂർ ചാലക്കുടി ഉപജില്ലാ കലോത്സവത്തോടനുബന്ധിച്ച് കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ സമാഹരിച്ച പച്ചക്കറികൾ സംഘാടക സമിതിക്ക് കൈമാറി. പച്ചക്കറികൾ സമാഹരിച്ചത് കൊടകര പഞ്ചായത്തിലെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ. അന്തരിച്ച നാടകകൃത്തും സംവിധായകനുമായ കഴിമ്പ്രം വിജയനെ അനുസ്മരിച്ച് തൃശൂർ വലപ്പാട്ടെ കലാകാരന്മാർ. 2ാമത് കഴിമ്പ്രം വിജയൻ സ്മാരക പുരസ്കാരം നടി തൃശൂർ എൽസിക്ക്. വലപ്പാട് ഏങ്ങൂർ ക്ഷേത്രം ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ പുരസ്കാരം നൽകി. തൃശൂർ വടക്കാഞ്ചേരി ഏങ്കക്കാട് അടച്ചിട്ട വീട് കുത്തിത്തുറന്ന് 15 പവൻ കവർന്ന പ്രതികൾ പിടിയിൽ. പിടിയിലായത് ഏങ്കക്കാട് സ്വദേശി മുഹമ്മദ് ഹസനും തമിഴ്നാട് സ്വദേശി ശിവയും. തൃക്കൂർ പച്ചളിപ്പുറത്ത് ശക്തമായ കാറ്റിൽ വീട് തകർന്നത് കൊട്ടേക്കാട്ടിൽ ഉഷയുടെ വീട്. വീട്ടിൽ ആരുമില്ലാത്തതിനാൽ ആളപായമുണ്ടായി. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ സ്ഥലം സന്ദർശിച്ചു. അഖില ഭാരത അയ്യപ്പ സേവാ സംഘം തൃശൂർ ചാലക്കുടി യൂണിയനും കൊടകര പൂനിലാർക്കാവ് ദേവസ്വവും സംയുക്തമായി നടത്തുന്ന അന്നദാന ക്യാമ്പിന് തുടക്കം. കേന്ദ്ര ട്രഷറർ E. കൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്തു.